6-ാം മാസത്തിലായിരുന്നു അവളുടെ ജനനം. ഭാരം വെറും 650 ഗ്രാം. ആശുപത്രിയിലെ ICU മുറിയിൽ നിന്ന് ആരംഭിച്ചു വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതം. പക്ഷേ നതാനിയ തളർന്നില്ല. ആത്മവിശ്വാസത്തോടെ മുന്നേറി. അവളിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നുവെന്ന് അബ്ബാസ് മുഹമ്മദ് പറഞ്ഞു തരും ദോഹയിൽ നിന്ന്. ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്ക് നമ്മളൊക്കെ തകർന്നു പോകാറില്ലേ? എന്നാൽ ഒരുപാട് വെല്ലുവിളികൾ അതിജീവിച്ച് നമ്മുടെ തന്നെ ജീവിതത്തിൽ വെളിച്ചം നിറക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഒരാളെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. പേര് നതാനിയ. നതാനിയയുടെ കഥ അവൾ തന്നെ പറയട്ടെ. ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു ചെറിയ കഥ പറയാം. ഇതൊരു കൊച്ചു പെൺകുട്ടിയുടെ കഥയാണ്. അവളുടെ ജനനം എല്ലാവരുടെയും പോലെ സാധാരണമായിരുന്നില്ല. തൻ്റെ അമ്മയുടെ ഉദരത്തിൽ 9 മാസം തികയ്ക്കാൻ അവൾക്ക് സാധിച്ചില്ല. മാസം തികയാതെ 6-ാം മാസത്തിൽ തന്നെ അവൾക്ക് ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴേണ്ടി വന്നു. തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിലൊന്ന് എടുത്തു പിടിക്കാൻ പോലും സാധിക്കാത്ത അത്രയും പിഞ്ചു കുഞ്ഞ്. ഡോക്ടർമാർ അവളെ ആശങ്കയോടെ നോക്കി. ഒരാൾ പറഞ്ഞു, ജീവിക്കാൻ സാധ്യത വളരെ കുറവാണ്, ശ്വാസം എടുക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഡോക്ടർമാരോടൊപ്പം അവളെ കാത്തു സൂക്ഷിക്കാൻ മറ്റൊരു മാലാഖമാരുണ്ടായിരുന്നു. അവരാണ് നഴ്സുമാർ. അവർ അവളുടെ ഓരോ നെടുവീർപ്പിലും ആകാംക്ഷയും പ്രതീക്ഷയും നൽകിയ മാലാഖമാരായിരുന്നു. അങ്ങനെ കുറച്ചു മാസങ്ങൾക്ക് ശേഷം അവൾ നടന്നു, അവൾ പഠിച്ചു, അവൾ വേദികളിലെത്തി. ഒരു ദിവസം അവൾ മൈക്കെടുത്തു. എന്നിട്ട് ഈ ലോകത്തോട് പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കുന്നു, അനേകർക്ക് പ്രചോദനമായി. ഇക്കഥയിൽ ഒരമ്മയുടെ നോവുണ്ട്, കണ്ണീരും കിനാവുമുണ്ട്, കണ്ണിമ വെക്കാതെ കൂടെ നിന്ന സ്നേഹത്തിൻ്റെ ചൂടുണ്ട്. പ്രഗ്നൻസി എന്ന് പറയുന്നത് തന്നെ ഏർലി പ്രഗ്നൻസി ആയിരുന്നു. 6 മന്ത്സിലാണ് ഡെലിവറി നടക്കുന്നത്. മോളുടെ 650 ഗ്രാംസ് ഉണ്ടായിരുന്നുള്ളൂ വെയിറ്റ്. അപ്പം എനിക്കൊരു 22 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ളൂ ഞാൻ. അപ്പം അത്രയും ഒരു കൊച്ച് 650 ഗ്രാംസ് ഉള്ളൊരു കുട്ടി, അല്ലെ 6 മന്ത്സിലുള്ള ഡെലിവറി, അതിനെപ്പറ്റിയൊന്നും കേട്ടിട്ടില്ല ഞാൻ. അപ്പം കുട്ടീനെ കാണുമ്പോഴത്തേക്കും ഭയങ്കര വളരെ കുഞ്ഞ്, നമ്മുടെ കയ്യിലെടുക്കാൻ പോലും പറ്റാത്ത അത്രയും വളരെ കുഞ്ഞാണ്. അപ്പം തന്നെ നമുക്ക് ഭയങ്കര ഇനി എന്താവും, ഇനി എന്ത് സംഭവിക്കും, ഇനിയൊരു അതൊരു മനുഷ്യ കുഞ്ഞായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതുപോലെ കളറൊക്കെ ആണെങ്കിലും, കാരണം സ്കിന്നായിട്ടില്ല, സ്കിന്നൊക്കെ ഒരു പ്ലാസ്റ്റിക് പോലെ ആയിരിക്കുന്നത്. നമുക്ക് ഭയങ്കര വിഷമമാണ്, ഇങ്ങനെ ആവും എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട്സും ആ ഒരു അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല, അത്രയും വിഷമമാണ്. അങ്ങനെ ഓരോ ദിവസവും ശരിക്കും പറഞ്ഞാൽ ഡോക്ടേഴ്സും നഴ്സസും, സ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഖത്തറിലായതുകൊണ്ടായിരിക്കാം, അത്രയും നമുക്ക് സപ്പോർട്ടാണ്. അവരെന്നോട് പറഞ്ഞു 24 വീക്സിലാണ് മോൾ ജനിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഒരു ദിവസം മുമ്പേ ആയിരുന്നെങ്കിൽ, ഇന്ന് 6 മന്ത്സ് തികയാണ്, ഇന്നലെ ആയിരുന്നു ജനിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഓക്സിജൻ ഒന്നും കൊടുക്കില്ലായിരുന്നു, കാരണം അതിനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പം ഇത് തന്നെ വളരെ ചാൻസ് കുറവാണ് എന്ന് പറഞ്ഞാണ് കുട്ടീനെ എടുക്കുന്നത്. അപ്പം പിന്നീടുള്ളൊരു 4 മന്ത്സ് ജേർണി എന്ന് പറയുന്നത് ഇൻക്യുബേറ്ററിലുള്ള ജേർണിയാണ്. നമ്മുടെ എന്താണ് പറയുക, അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്, അൺസർട്ടനിറ്റിയാണ്, നമുക്കിനി എന്ത് സംഭവിക്കും എന്നുള്ളൊരു കാര്യമാണ്. കാരണം ഒരു ദിവസം ചിലപ്പോൾ അവർ പറയും വെന്റിലേറ്ററിൽ വെച്ചു, കുട്ടിയുടെ ഓക്സിജൻ അല്ലെങ്കിൽ ശ്വാസമൊന്നും കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല, ഒത്തിരിയും ലോ ആണ്, ചാൻസസ് കുറവാണ്, നമ്മളോട് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയും. അപ്പോൾ നമ്മൾ അങ്ങനെ വിഷമിച്ച് പോകുമ്പോൾ ചിലപ്പോൾ നെക്സ്റ്റ് ഡേ അവർ പറയും ഇന്ന് കുറച്ച് ബെറ്റർ ആയിരുന്നു. അപ്പോൾ നമ്മളൊരു ഹോപ്പിൽ ചെല്ലുമ്പോഴേക്കും വീണ്ടും നെക്സ്റ്റ് ഡേ പറയും ഇന്ന് 2 വെന്റിലേറ്ററിൽ വെച്ചു, ഇന്നത്തെ രാത്രി വെച്ചിരുന്നു, ഒട്ടും ഫീഡ് എടുക്കുന്നില്ല, പാല് കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത് ട്യൂബിലൂടെയാണ് ഇതെല്ലാം കൊടുക്കുന്നത്. ഒരു ഡ്രോപ്പേ ഉള്ളൂ, ആ ഒരു ഡ്രോപ്പ് പോലും ആ ബോഡിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം. സെറിബ്രൽ പാൽസി എന്ന് പറഞ്ഞുള്ളൊരു അവസ്ഥയാണ് കുട്ടിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അത് അവരുടെ ബ്രെയിനിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ബ്രെയിനിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് കുറച്ച് ഡാമേജസ് വന്നിരിക്കുകയാണ്. അത് പെർമനൻ്റ് ആണ്, ഇനി ഒരിക്കലും അത് ക്യൂർ ആക്കാൻ പറ്റത്തില്ല. അത് ഡാമേജ് വന്നത് പെർമനൻ്റ് ആണ്, ഡോക്ടേഴ്സ് നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരും. അപ്പം അത് ഏത് പാർട്ടിനെയാണ് എഫക്റ്റ് ചെയ്തിരിക്കുന്നത്? അപ്പം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബ്രെയിൻ നമ്മുടെ റൈറ്റ് സൈഡാണ് ഇത് ചെയ്യുന്നത്. അപ്പം റൈറ്റ് ഹാൻഡും റൈറ്റ് ലെഗിനുമാണ് കുട്ടിക്ക് ഡിഫിക്കൽറ്റി വന്നിരിക്കുന്നത്. അത് ചെറുപ്പത്തിലെ അത് ചിലപ്പം എന്താ പറയുക, ഇപ്പം നടക്കാനോ ആ ഒരു സ്റ്റിഫ്നെസ് ആയിരിക്കാം. പിന്നീട് മുന്നോട്ട് പോകുന്തോറും നടക്കുന്നതിൽ കുറച്ച് ഡിഫിക്കൽറ്റി, കോർഡിനേഷനിൽ കുറച്ച് ബുദ്ധിമുട്ട്, ഒരു ചെറിയ കാര്യം ക്രോസ് ചെയ്യാനായിട്ടൊരു പാട്, ഒരു അങ്ങനെയൊക്കെയുള്ളൊരു സംഭവമാണ്.
ഉറങ്ങാതെ അച്ഛനുണ്ടായിരുന്നു കൂടെ എല്ലായ്പ്പോഴും. സ്പെഷ്യൽ സ്കൂളിൽ വിടാതെ സാധാരണ കുട്ടികളെപ്പോലെ നതാനിയെ കളിച്ചു ചിരിച്ചു വളരട്ടെ എന്നാണ് അവർ തീരുമാനമെടുത്തത്. അതിൻ്റെ ഒരു തീരുമാനം തന്നെ മോക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ നീഡ് സ്കൂൾ അല്ലെങ്കിൽ ആ ഒരു കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ വിടാനുള്ള ഇതിനുമില്ല. എന്നോട്ട് നോർമൽ സ്കൂളിലുള്ളതാണോ എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ആ ചെറുപ്പത്തിൽ ഈ ഒരു കാലത്തിൽ ഇതായിരുന്നു ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ. അപ്പം ഞങ്ങൾ തന്നെ തീരുമാനിച്ചു ചെറുപ്പത്തിൽ നോർമൽ സ്കൂളിൽ തന്നെ വേണ്ട ബാക്കിയുള്ള പിള്ളേരുമായിട്ട് മിങ്കിൾ ചെയ്യുക. അപ്പോൾ മോനാണെങ്കിലും ഒരു സ്പീച്ച് ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ ഏറ്റവും കൂടുതൽ വേണ്ടത് ബാക്കിയുള്ള പിള്ളേരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ആക്സെപ്റ്റൻസ് ബാക്കി എല്ലാവരും കിട്ടുമ്പോൾ തന്നെ പിള്ളേർ നോർമലായിട്ട് തന്നെ വളരാനും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്നുള്ള അവർക്കൊരു തോന്നലാണ് ആദ്യം വേണ്ടത്. അതെന്നാലും ഞങ്ങൾ സക്സസ് ആയി. ഇവിടെ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ഓരോ വർഷവും ഇവിടെ ഒരു അഡ്മിഷന് വേണ്ടി ഞങ്ങൾ നോക്കുമായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ ഇന്ത്യൻ എംബസി വഴിയെല്ലാം പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് ഒലിവ് ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്ന് എംബസി വഴി ഒരു കോൺടാക്ട്സും ഇതുമെല്ലാം വന്ന് പ്രിൻസിപ്പൾ അക്സെപ്റ്റ് ചെയ്ത് പിള്ളേരെ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങി. ഇവിടെ പഠിച്ച് വന്നപ്പോഴത്തേന് ഞങ്ങൾക്കൊരു ഹോപ്പാണ്. അത് ഇവിടെയുള്ള എല്ലാ പിള്ളേർക്കും പ്രതീക്ഷകൾക്കും എന്താണ് ഇവിടെ അഡ്മിഷൻ കിട്ടാത്ത ബാക്കിയുള്ള പേരൻസിനും അതൊരു ഭയങ്കര ഒരു ഹോപ്പാണ്. മകളുടെ നേട്ടങ്ങളിൽ സന്തോഷം, അതിലേറെ അഭിമാനമെന്ന് പറയുന്നു ഈ അച്ഛനും അമ്മയും. ഭയങ്കര സന്തോഷമാണ്. ശരിക്കും ദൈവം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഗോ ത്രൂ ചെയ്യുന്നത് ഒരിക്കലും നമ്മളെ തകർക്കാൻ വേണ്ടിയല്ല, നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തരാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പേരൻസിന് കൊടുക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്, സ്പെഷ്യലി ഞങ്ങളുടെ മോന് കുറച്ച് സ്പീച്ച് ഡിലേ ഒക്കെ ഉണ്ട്. അപ്പം രണ്ടുപേരെയും രണ്ട് രീതിയിലാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. മോൾക്ക് ഫിസിക്കലി ആണെങ്കിൽ അവന് സൈക്കോളജിക്കലി കുറച്ച്. അപ്പോൾ ആ രണ്ട് രീതിയിലും വരുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കും എന്തിനാണ് ദൈവം നമുക്കിങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതെന്നൊക്കെ കുറേ തോട്ട്സ് വരും. പക്ഷേങ്കിൽ ഇപ്പം അതിൻ്റെയൊക്കെ അത്രയും ഒരു 13 ഇയേഴ്സിൻ്റെ ഞങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര സന്തോഷമാണ്, പ്രൗഡാണ്. ഇത് കൂടുതലൊന്നും വേണ്ട. അപ്പോൾ മോളിപ്പോൾ ഓരോ സ്റ്റേജസിൽ പറയുന്നതും അവളുടെ ലൈഫ് സ്റ്റോറിയും അതുപോലെ തന്നെ അവൾ ബാക്കിയുള്ളവരോടും ഷെയർ ചെയ്യാനും നോക്കുന്നത് എന്താണ് ബാക്കിയുള്ളവർക്കൊരു പ്രചോദനമായിട്ട് വരാനായിട്ട് തന്നെയാണ്. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. മോളെ ആ ഒരു ഇതിൽ തന്നെ ഒരു മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് വളർത്തുക, ബാക്കിയുള്ളവർക്കൊരു ഹോപ്പ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷമായിട്ട്. വീക്കെൻഡ് അറേബ്യയിൽ ചെറിയൊരു ഇടവേള.